വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം രാഷ്ട്രീയ എതിരാളികൾ അടക്കമുള്ളവർ പറയുന്ന ഒരു കാര്യം, അദ്ദേഹം വലിയ രൂപത്തിൽ PR വർക്ക് നടത്തി തൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ്. മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം ഒരു സ്ത്രീയെ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത വേദിയിൽ ഒരു സ്ത്രീ കയറി വന്ന് കെട്ടിപ്പിടിക്കുന്നതും ആ സ്ത്രീക്ക് രാഹുൽ ഗാന്ധിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതൊക്കെ കേരളം കണ്ടു. ചില മാധ്യമങ്ങളുടെ ഫ്രണ്ട് പേജിൽ തന്നെ ബഹുവർണ്ണ ചിത്രമായി അത് അച്ചടിച്ചു വരികയും ചെയ്തു. അതിനുശേഷം എറണാകുളത്ത് അദ്ദേഹത്തിന് നൽകിയ പൗരസ്വീകരണത്തിൽ ഇത്തരത്തിൽ നിരവധിയായ ആളുകൾ വന്ന് കെട്ടിപ്പിടിക്കുന്നതും ദൃശ്യമാധ്യമങ്ങളടക്കം അത് പകർത്തുന്നതും നമ്മൾ കണ്ടു. എന്നാൽ അന്ന് എല്ലാവരും പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അന്നും സോഷ്യൽ മീഡിയയിൽ വി.ഡി. സതീശനെ എതിർക്കുന്ന ആളുകൾ, CPM പ്രവർത്തകർ, BJP-ക്കാർ ഒക്കെ പറയുന്നൊരു കാര്യം, ഇത് PR വർക്കിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ കാണുന്നത്, കൃത്യമായി അദ്ദേഹം PR വർക്ക് നടത്തുന്നുണ്ട് എന്ന് തന്നെ പറയുന്നു. അതുമാത്രമല്ല, ഈ മുഖ്യമന്ത്രി ചർച്ച കേരളത്തിൽ നടന്ന, ഡൽഹിയിലും കേരളത്തിലുമായി നടന്ന സാഹചര്യത്തിൽ വി.ഡി. സതീശന് വേണ്ടി പലയിടത്തും പ്രകടനങ്ങളും അദ്ദേഹത്തിന് വേണ്ടി ഫ്ലക്സ് ഉയർത്തലും ഒക്കെ നടന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ്. പക്ഷേ കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ഈ പ്രകടനങ്ങൾ നടന്നത് എന്നാണ് മനസ്സിലാകുന്ന വിവരം. അതുമാത്രമല്ല, കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങളെ, സിനിമ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ കൂട്ടുപിടിച്ചാണ് വി.ഡി. സതീശിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം എവിടെ പോയാലും ആ ദൃശ്യങ്ങൾ ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ പകർത്തുന്ന അവർ വലിയ രൂപത്തിൽ BGMൻ്റെ അകമ്പടിയോടുകൂടി ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇതെല്ലാം ഒരു PR വേഷനാണ് എന്നാണ് എതിരാളികൾ അദ്ദേഹത്തെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നത്. ആ ആക്ഷേപങ്ങൾ ഏതെങ്കിലും തരത്തിൽ അതിൽ ശരിയുണ്ടതായി തോന്നിയിട്ടുണ്ടോ? അല്ല, ഒരു പരിധിവരെ പല കാര്യങ്ങളും നമ്മൾ ശരിയാണ് എന്ന് വയ്ക്കേണ്ടി വരും. കാരണം നമുക്കറിയാം, ഇന്നത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പഴയ പോലെ അല്ല, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ പോലത്തെ പൊളിറ്റിക്സ് അല്ല. വലിയ മാറ്റമുണ്ട്. റിയൽ പൊളിറ്റിക്സും റിയൽ പൊളിറ്റിക്സും ഉണ്ട്. അതിപ്പോ എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസിലടക്കമുള്ള യുവ നേതാക്കളെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ രണ്ട് മുഖമുണ്ട്, റിയൽ പൊളിറ്റിക്സും റിയൽ പൊളിറ്റിക്സും. എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നതിനൊക്കെ മുൻപ് തന്നെ വളരെയധികം സോഷ്യൽ മീഡിയയിൽ, എന്ന് വെച്ചാൽ സമൂഹത്തിലൊന്നും ചെയ്തില്ല എന്നല്ല, അതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിലൂടെയും പിന്നീട് വന്ന ചാനൽ ചർച്ചകളിലൂടെയും തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ വലിയൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. അതേ ഒരു രീതി തന്നെയാണ്. അതിപ്പോ പല മുതിർന്ന നേതാക്കൾക്കും അതിൽ വലിയ താല്പര്യവുമില്ല. പല മുതിർന്ന നേതാക്കളും വിമർശിച്ച് പറയുന്നുണ്ട്, റിയൽ പൊളിറ്റിക്സ് അല്ല വേണ്ടത്, റിയൽ പൊളിറ്റിക്സ് ആണ് എന്നുള്ളത്. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ പിടിച്ചു നിർത്താൻ മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഒക്കെ കാലത്തായിരുന്നുവെങ്കിൽ അവർ പത്രങ്ങളും ഈ പറയുന്ന ദൃശ്യമാധ്യമങ്ങളും മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി ജെൻസിയെ കൂടി ഒപ്പം കൂട്ടും, അല്ലെങ്കിൽ എല്ലാവരെയും ഒപ്പം കൂട്ടാൻ വേണ്ടി നടത്തുന്ന PR, അതിനു വേണ്ടിയിട്ടാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങളെയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ എല്ലാവരും, എനിക്ക് തോന്നുന്നു എല്ലാ രാഷ്ട്രീയ കക്ഷികളും, അതിപ്പം CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, എല്ലാവരും PR വർക്കുകൾ ചെയ്യുന്നുണ്ട്. വി.ഡി. സതീശൻ, ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ചർച്ച കോൺഗ്രസിൽ നടക്കുമ്പോൾ തന്നെ ബാനർ ഉയർത്തിയതൊന്നും തനിക്ക് പങ്കില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അതൊക്കെ എത്രത്തോളം വിശ്വസിക്കാനാകുമെന്നൊരു ചോദ്യമുണ്ട്. വി.ഡി. സതീശൻ പറഞ്ഞിട്ടായിരിക്കണം അണികൾ അത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നാണ് ഇന്നും പാർട്ടിയിലെ പല നേതാക്കളടക്കം വിശ്വസിക്കുന്നത്. അതിൽ പല നേതാക്കൾ, അതിപ്പോ വി.ഡി. സതീശൻ മാത്രമല്ല, അന്നത്തെ ചർച്ചയിൽ പലരും അത്തരം പ്രകടനങ്ങളുമായൊക്കെ മുന്നോട്ട് വരികയൊക്കെ ചെയ്തതാണ്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു കഴിയുമ്പോഴും വി.ഡി. സതീശൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വി.ഡി. സതീശൻ, എനിക്ക് തോന്നുന്നു ദൃശ്യമാധ്യമങ്ങളിലടക്കം അതിനേക്കാൾ കൂടുതലായി ഉള്ളത് ഓൺലൈൻ മാധ്യമങ്ങളിലാണ്. വി.ഡി. സതീശൻ എവിടെ പോയാലും പിന്നാലെ ഒരു ടീം ഉണ്ടാകുന്നു. എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ അപ്ഡേറ്റ് കിട്ടുന്നുണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ സംശയം ഉണ്ടാകുന്നത്. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് എല്ലാവരെയും ചേർത്ത് നിർത്തിയിരുന്നു. ഞാൻ പിണറായി വിജയന്റെ പേര് പറയാത്തത് അവിടെ ഒരുപാട് നെഗറ്റീവുകൾ പറയേണ്ടി വരും എന്നുള്ള കാര്യം കൊണ്ടാണ്. ഉമ്മൻചാണ്ടി ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇന്നും അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ടുള്ളതാണ്. മറിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മയെ ചേർത്ത് പിടിക്കുന്ന വി.ഡി. സതീശനെ, രാഹുൽ ഗാന്ധിക്ക് പരിചയപ്പെടുന്ന വി.ഡി. സതീശനെ നമ്മൾ കണ്ടു. മോഹൻലാലിന്റെ പരിപാടിയിലും അതേ അമ്മയെ മോഹൻലാലിനെ പരിചയപ്പെടുന്ന വി.ഡി. സതീശനെ നമ്മൾ കണ്ടു. ഇത് വി.ഡി. സതീശന്റെ യഥാർത്ഥ മുഖമാണ് എന്ന് ഒരു വശം, അല്ലെങ്കിൽ ഒരു വിഭാഗം പറയുമ്പോൾ, വി.ഡി. സതീശനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വിഭാഗം പറയുന്നു ഇതാണ് യഥാർത്ഥ വി.ഡി. സതീശൻ എന്ന്. മറുവശത്ത് പറയുന്നത് ഇത് PR വർക്കിന് വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി, അവർക്കൊരു ഇംപ്രസ്, അല്ലെങ്കിൽ അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി വി.ഡി. സതീശൻ ക്രിയേറ്റ് ചെയ്തതാണ് എന്നൊരു അഭിപ്രായമുണ്ട്. പല കാര്യങ്ങളിലും വി.ഡി. സതീശൻ, എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന പോലെ ഓൺലൈൻ ചാനലുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്
വളരെ ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നത് നമ്മൾ കണ്ടു. അല്ലെങ്കിൽ വളരെ പൂക്കി മുഖ്യമന്ത്രിയിലേക്കൊക്കെ എത്തിയത് അത്തരം ചോദ്യങ്ങൾക്കാണ്. അല്ലെങ്കിൽ അത്തരം ഓൺലൈൻ ചാനലുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അത്തരം മറുപടികൾ പറയുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളെയും കേട്ടില്ല എന്ന് നടിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടി നോക്കുമ്പോൾ വി ഡി സതീശൻ കാണിക്കുന്നത് ഒരു PR ഗിമ്മിക്ക് ആണോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അധികാരത്തിൽ ഏറിയിട്ടേ ഉള്ളൂ. കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം കൂടി കഴിയുമ്പോൾ വ്യക്തമായി അറിയാൻ പറ്റും യഥാർത്ഥ വി ഡി സതീശൻ ഇതാണോ അല്ലെങ്കിൽ PR ഗിമ്മിക്ക് ആണോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഈ മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹം ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തോട് വാഹനങ്ങളുടെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ച വ്യക്തി മാധ്യമങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു യൂട്യൂബറാണ്. ഇത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനത്തിൽ എങ്ങനെ യൂട്യൂബർ എത്തിപ്പെട്ടു എന്നൊരു ചോദ്യം അന്ന് തന്നെ മാധ്യമപ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു. കാരണം സാധാരണക്കാരായ മാധ്യമപ്രവർത്തകർ, കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആരും വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കില്ല എന്ന് ഉറപ്പാണ്. കാരണം അതൊരു ഇത്ര പ്രധാനപ്പെട്ട കാര്യമല്ല, കേരളത്തെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയല്ല. പക്ഷെ അന്ന് യൂട്യൂബർ എങ്ങനെ ആ വാർത്താ സമ്മേളനത്തിൽ എത്തിപ്പെട്ടു എന്നൊരു ചോദ്യം മാധ്യമപ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ മാധ്യമപ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ചർച്ചയാണ് PR വർക്ക് കൃത്യമായി ഏകോപിപ്പിച്ചാണ് ഈ വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത്. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ടൂള്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമാ പ്രൊമോഷൻ ചെയ്യുന്ന എറണാകുളം കേന്ദ്രീകരിച്ച് നിരവധിയായ ചാനലുകളുണ്ട്. ആ ചാനലുകളുടെ പേരൊന്നും പറയുന്നില്ല. ആ ചാനലുകളിൽ സിനിമ ആരാധകർ വലിയ രൂപത്തിൽ അതിന് ഫോളോ ചെയ്ത ചാനലുകളാണ്. അതിൽ റീൽസ് BGM ഇട്ട് കട്ട് ചെയ്ത് റീൽസ് പ്രചരിപ്പിക്കുന്നത് വലിയ തുക കൊടുത്തിട്ടാണ് എന്നൊക്കെ പാർട്ടിക്കകത്തുള്ള ആളുകളും പാർട്ടിക്ക് പുറത്തുള്ള ആളുകളും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. പക്ഷേ ഈ ചാനലുകളിലെല്ലാം വി ഡി സതീശൻ പങ്കെടുക്കുന്ന പരിപാടികളുമായി ബന്ധപ്പെട്ട വിഷ്വലുകൾ വരുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഉമ്മൻചാണ്ടിയുമായി താരതമ്യപ്പെടുത്താൻ യാതൊരു അർഹതയുമില്ലാത്ത നേതാവാണ് വി ഡി സതീശൻ എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. കാരണം ഉമ്മൻചാണ്ടി ജീവിച്ചത് റീൽസിൻ്റെയും കാലഘട്ടത്തിൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അദ്ദേഹം റിയൽ പൊളിറ്റീഷ്യനായിരുന്നു. അദ്ദേഹം ആൾക്കൂട്ടത്തിനിടയിൽ ജീവിച്ചത് ആരുടെയും കയ്യടി നേടാനായിരുന്നില്ല. അദ്ദേഹം ആൾക്കൂട്ടത്തിനിടയിൽ റീലുകൾ ചിത്രീകരിച്ച്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം റീലുകൾ ചിത്രീകരിച്ചോ വീഡിയോ ചിത്രീകരിച്ചോ എവിടെയും BGM ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അന്നത്തെ കാലത്ത് നിന്ന് ഒരു മാറ്റമുണ്ട്. ഇന്ന് റിയൽ പൊളിറ്റിക്സ് മാത്രമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്രത്തോളം വിജയിക്കുമെന്നൊരു ചോദ്യമുണ്ട്. റിയൽ പൊളിറ്റിക്സിനൊപ്പം റിയൽ പൊളിറ്റിക്സും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ കഴിയൂ. പ്രത്യേകിച്ച് കോൺഗ്രസിൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അബിൻ വർക്കി കൂടുതലും റിയൽ പൊളിറ്റിക്സ് ആയിരുന്നു. റിയൽ പൊളിറ്റിക്സിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് പല സ്ഥലത്തും അബിൻ വർക്കി തഴയപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ റിയൽ പൊളിറ്റിക്സിലേക്ക് വരാൻ കാരണം പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി അറിയാമായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പിടിക്കപ്പെടുമെന്ന്. പക്ഷേ ഈ ആവേശ കമ്മിറ്റിക്കാരായ പ്രവർത്തകന്മാരുടെ അവരുടെ ഒരു മനസ്സിനകത്ത് ഒരു സ്വീകാര്യത കിട്ടേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ റീലുകളിലൂടെ രാഹുൽ മാങ്കൂട്ടം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. അത് വലിയ വിമർശനങ്ങൾക്കിടയായിട്ട് ഇന്ന് മുതിർന്ന നേതാക്കന്മാർ പലരും ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലായ ഒരു സംഭവം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായ സ്ത്രീ വിഷയമാണ്. ഇപ്പോഴും അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ ചില സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില ആളുകളുണ്ട്, ആണും പെണ്ണും മൂന്നാം ലിംഗവുമായ ആളുകൾ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനല്ല. രാഹുൽ മാങ്കൂട്ടം 100% തെറ്റുകാരനാണ്. അദ്ദേഹം തെറ്റുകാരനാണെന്ന് കൃത്യമായി വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും അടക്കമുള്ള കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ പൂന്നുള്ളുന്ന ലാഘവത്തോടു കൂടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തത്. രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരാൻ പഠിച്ച പണി 18 ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു സ്ത്രീ പീഡന കേസിനകത്ത് അറസ്റ്റിലായി ജയിലിൽ കിടന്ന ഒരു വ്യക്തിയെ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ കോൺഗ്രസിന്റെ സംസ്കാരത്തിന്, കോൺഗ്രസിന്റെ അധപ്പതനത്തിന്റെ തുടക്കമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ റിയൽ പൊളിറ്റിക്സിനേക്കാൾ അപ്പുറം ജനങ്ങൾ സ്നേഹിച്ചത് വി ഡി സതീശൻ ഉയർത്തിയ നിലപാടുകളായിരുന്നു. ആ നിലപാടുകളിൽ നിന്ന് മാറി അദ്ദേഹം റീൽസിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ആ റിയൽ പൊളിറ്റിക്സിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നാളുകളിൽ ഇതേ കെട്ടിപ്പിടിച്ച കേരളത്തിന് കുറ്റപ്പെടുത്താനും അറിയാം എന്ന് അദ്ദേഹം തിരിച്ചറിയണം. എന്തായാലും നമ്മൾ മറ്റുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്തത്. എന്തായാലും ചില വിമർശനങ്ങൾ ചില കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമ പ്രൊമോഷന് ഉപയോഗിക്കപ്പെടുന്ന മാധ്യമങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഇത് ഗിമ്മിക്കാണോ എന്നൊരു സംശയം പൊതുജനം ഉന്നയിച്ചാൽ അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല.